നമസ്കാരം. കൊച്ചേട്ടൻ്റെ കഥ. AC റോഡിലെ കായലും പായലും. പ്രിയ ഡീസൽ കൂട്ടുകാരി, ഞങ്ങളുടെ കാർ ചങ്ങനാശ്ശേരി പെരുന്നക്കവലയിൽ നിന്നും ആലപ്പുഴ റോഡിലേക്ക് കയറി. കുറച്ചു നാൾ മുമ്പ് വരെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് എന്ന AC റോഡ് യാത്രാക്ലേശത്തിൻ്റെ പര്യായ പദമായിരുന്നു. AC റോഡിലൂടെയുള്ള യാത്ര ഒട്ടും ഈസിയല്ലായിരുന്നു. കുണ്ടും കുരിയും നിറഞ്ഞ് ദുരിതപൂർണമായിരുന്ന AC റോഡ് ഇന്ന് പഴയകാല കഥകൾ മായ്ച്ചെഴുതി ഏറ്റവും യാത്രാസുഖമുള്ള രാജപാതകളിലൊന്നായി മാറി. ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആകർഷകമായ കാഴ്ച ഇടതുവശം ചേർന്ന് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മനോഹരമായ AC കായലായിരുന്നു. അത് കായലല്ല എന്നും AC റോഡ് നിർമ്മാണത്തിനായി മണ്ണുമാന്തി എടുത്തപ്പോൾ ഉണ്ടായ കനാലാണെന്നും അറിയാമെങ്കിലും ഈ കനാലിൻ്റെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇതിനെ കായലെന്ന് വിളിക്കാമെന്നും കരുതി. കാരണം കനാലിലെ നിറഞ്ഞ വെള്ളത്തിനു മുകളിൽ പായലും പോളയും നിറഞ്ഞു കവിഞ്ഞു കിടക്കുകയാണ്. ഈ പോളയും പായലും കയറി ഈ കനാൽ ഒരു പായൽപ്പാണ പോലെ ആയല്ലോ എന്ന് സഹയാത്രികനായ വൈദിക സുഹൃത്ത് പറഞ്ഞു. പായൽ കയറി കനാലിന്റെ വ്യക്തിത്വം തന്നെ നശിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഡീസൽ കൂട്ടുകാരോട് പറയാൻ കുറേ ചിന്തകൾ എൻ്റെ മനസ്സിൽ ഉദിച്ചു. അത് കൂട്ടുകാർക്ക് എഴുതുമ്പോൾ ശീർഷകത്തിനൊരു പ്രാസഭംഗി ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് AC റോഡിലെ കായലും പായലും എന്ന ശീർഷകം നൽകിയത്. AC റോഡിലെ കനാൽ നിറയെ പോയാലും പോളയും പായലും നിറയുന്നത് നീക്കം ചെയ്യാമെന്നും അത് പള്ളുരുത്തിൽ നിന്ന് 2 വരികളിലൂടെ തുറന്നുവിടാമെന്നും ആവശ്യപ്പെട്ട് AC കനാൽ സംരക്ഷണ സമിതി നിരന്തരം സമരത്തിലാണ്. പള്ളുരുത്തിൽ നിന്ന് പൂക്കൈത ആറ്റിലൂടെ തോട്ടപ്പള്ളി സ്പിൽവേയിലേക്കും പുന്നമട കായലിലൂടെ വേമ്പനാട്ട് കായലിലേക്കും ഈ പോളയും പായലും ഒരുക്കിവിടാമെന്നും അങ്ങനെ കനാൽ തീര നിവാസികളുടെ ജീവിതം സുരക്ഷിതവും ആശ്വാസകരവും ആക്കാമെന്നും നാടിൻ്റെ നന്മയ്ക്കായി യത്നിക്കുന്ന കനാൽ സംരക്ഷണ സമിതി നിർദ്ദേശിക്കുന്നുണ്ട്. ഇതോടൊപ്പം വേമ്പനാട്ട് കായലിലെ പായൽ തീർക്കാൻ സർക്കാർ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത നയോ കെച്ചിന എന്ന വണ്ടുകളെ AC കനാൽ പോളകളിലേക്കും കഴിച്ചുവിടാനുള്ള പദ്ധതി ചർച്ചകളിലുണ്ട്. കൂട്ടുകാരെ, നമ്മുടെ ചിന്താവിഷയം ഇതോട് ചേർത്ത് വായിക്കണം. റോഡ് പണിയാൻ മണ്ണെടുത്തപ്പോൾ രൂപപ്പെട്ട കനാലാണെങ്കിലും വെള്ളം നിറഞ്ഞ AC കനാൽ തീരത്തു കൂടിയുള്ള യാത്ര പകലും രാത്രിയിലും സുന്ദരമായ ദൃശ്യവിരുന്നാണ്. പോള പൂക്കുന്ന കാലത്ത് പകൽ യാത്രക്കാർക്ക് ഈ സുന്ദര കാഴ്ച അവർണ്ണീയം തന്നെ. എന്നാൽ പോള പൂക്കൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം ചീറിപ്പായുന്ന യാത്രക്കാർ അറിയുന്നില്ല. ഇരുകരയിലെയും സാധുക്കളായ നിവാസികളാണ് അനുഭവിക്കുന്നത്. ഇനി AC കനാൽ നമ്മുടെ വ്യക്തിത്വം തന്നെയാണെന്ന് ചിന്തിക്കുക. നിലത്തിൽ നീര് നിറയുമ്പോൾ കനാൽ ഏറ്റവും പരിസ്ഥിതി സുരക്ഷിതമാകുന്നത് പോലെ മാലിന്യം കലരാത്ത വ്യക്തിത്വങ്ങൾ സമൂഹത്തിന് ശ്രേഷ്ഠ സമ്പത്താണ്. എന്നാൽ പല കുട്ടികളുടെയും വ്യക്തിത്വത്തിലേക്ക് പായലും പോളയും പോലെ ചില സൗഹൃദങ്ങളും അതുവരെ ചില പുതിയ സ്വഭാവങ്ങളും കടന്നു കയറുന്നുണ്ട്. ആദ്യമൊക്കെ പോളപ്പൂക്കൾ അതിൽ പലതും ആകർഷകമായി തോന്നുമെങ്കിലും പോളപ്പൂക്കൾ ചീഞ്ഞ് ദുർഗന്ധം പടർന്ന സമീപവാസികൾക്ക് ജീവിതം അസഹ്യമാകുന്നത് പോലെ നമ്മൾ പലരുടെയും സ്വഭാവം മോശമായി മാറുന്നുണ്ട്. AC കനാലിൻ്റെ ചില ഭാഗങ്ങളിൽ വെള്ളം കാണാനേയില്ല. പോള പടർന്ന് കനാൽ പോളപ്പാടം പോലെ തോന്നിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും അവിടെ വെള്ളമില്ലെന്ന് കരുതി റോഡിൽ നിന്നും പോളയ്ക്ക് മുകളിലൂടെ നടക്കാൻ തുടങ്ങിയാലോ? കൂട്ടുകാർ, നമ്മുടെ വ്യക്തിത്വത്തെ കാർന്നു തിന്നുന്ന, നമ്മുടെ അസ്തിത്വത്തെ വിഴുങ്ങിക്കളയുന്ന സൗഹൃദങ്ങളും ശീലങ്ങളും നമുക്ക് നീക്കം ചെയ്യാം.
കനാൽ സംരക്ഷണ സമിതി പോലെ നമ്മുടെ ചുറ്റും മാതാപിതാക്കളും ഗുരുജനങ്ങളും നിർദ്ദേശങ്ങളുമായി വരുമ്പോൾ ഹൃദയം തുറന്ന് സ്വീകരിക്കാം. ദുശ്ശീലങ്ങൾ പാടെ നശിപ്പിക്കാൻ ശേഷിയുള്ള നല്ല മൂല്യങ്ങളുടെയും ഉറച്ച ബോധ്യങ്ങളുടെയും നെയോനെക്റ്റിന വണ്ടുകളെ നമ്മുടെ ഉള്ളിലേക്ക് തുറന്നുവിടാം. അപ്പോൾ നാം വീടിനും നാടിനും നന്മ ചെയ്യുന്ന നല്ല തെളിനീര് പോലെയുള്ള വ്യക്തിത്വങ്ങളാകും. ആശംസകളോട് സ്വന്തം കൊച്ചേട്ടൻ. നന്ദി, നമസ്കാരം.